ഹായ് ഗൈസ്, നാട്ടിലത്തെ കലാപരിപാടികൾ എന്തൊക്കെയെന്ന് കാണാം. ഞാൻ 12 മണിക്കാണ് വന്നത്. പിന്നെ ഉറങ്ങുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഒരു 2 മണിയൊക്കെ ആയിക്കുന്നു. പിന്നെ ഞാനും കീറുമുടി കഥ പറഞ്ഞ് ഇരുന്നപ്പോഴേക്ക് നേരം വെളുത്തത് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നു. അപ്പോഴേക്ക് പിള്ളേരൊക്കെ വിളിച്ചെണീപ്പിച്ചുകൊണ്ട് വീണ്ടും എണീറ്റു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്ത് നടക്കുകയാണ്. ഈ പട്ടിക്കുട്ടീനെ കണ്ടപ്പോൾ ഇവർ എല്ലാറ്റിനും പേരിട്ടിട്ടുണ്ട്. ഈ അതിരും ആദ്യം ഞാനും വെറുതെ നിൽക്കാം. അയ്യോ ഇന്നലെ ചെന്നൈന്ന് വന്നതാ. വലിയ പുള്ളി ആ മാസം എത്ര മാസം പോയിട്ട് 15 ദിവസം. പക്ഷെ എന്നെ കാണാനുള്ള കൊതി കൊണ്ട് അല്ലട്ടാ, അല്ല അങ്ങനെയൊക്കെ പറയും. എന്താ അറിയോ, സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിയതാ. അതാണ്. ഇതെന്റെ ചേച്ചിയാ. കാഴ്ച ചേച്ചിയാവും, പക്ഷെ ബുദ്ധിയിൽ ഞാൻ അനിയത്തി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊക്കലുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് ഓളിനെ തള്ളിയിടുമെന്ന്. അത്രയ്ക്ക് എൻ്റെ വിശ്വാസമില്ല, കാരണം എന്നെ ഒരു വട്ടം തള്ളിയിട്ടിട്ടുണ്ട്. പേടിയാണ്. ഞാൻ മാക്സി ഒക്കെ ഉണ്ട്, പക്ഷെ മാക്സി ഇല്ല. എന്തോ ഭാഗ്യത്തിന് ഈ എന്നെ തള്ളിയിട്ടിട്ടില്ല അവള്. നിങ്ങൾ ഈ കാണുന്ന പോലത്തെ സ്നേഹമൊന്നുമല്ല, അതിലപ്പുറം ഞങ്ങൾ അടി കൂടലുണ്ട്. പക്ഷെ ഇന്ന് എന്തോ ഇതിന് അടി കൂടിയിട്ടില്ല. അതിൽ ഉറക്കത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മോർണിംഗ് വാക്കിലാണ്. എന്തൊക്കെ പുതിയ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ നോക്കുന്നത്. ഒന്നും തരില്ല. പിന്നെ മീൻ ഇവിടെ വില പേശി. അങ്ങനെ വെള്ളത്തിൽ കളിക്കാനുള്ള പരിപാടിയാണ് ഇവർക്ക്. പക്ഷേ ഞാൻ ഉള്ളതുകൊണ്ട് സമ്മതിച്ചില്ല. അങ്ങനെ മാങ്ങ ഉണ്ടായിരുന്നു, മറ്റേ കറുത്ത മൂവാണ്ടനില്ല, ആ മാങ്ങയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൈ കൊണ്ട് പൊട്ടിക്കാൻ വിചാരിച്ചപ്പോൾ കറക്റ്റായിട്ട് തോട്ടിക്ക് തന്നെ. ഞങ്ങൾ നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ടില്ല. അപ്പം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വേണം ഞങ്ങൾക്ക് ഗുരുവായൂർ പോകാൻ. നോക്കുമ്പോൾ അവിടെ നിന്ന് മറ്റ് ഗ്രാമവണ്ടി ഇല്ല, അത് ഞങ്ങളുടെ ആ ഭാഗത്ത് കൂടെ വിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ KSRTC കയറിയിട്ടാണ് എടപ്പാളേക്ക് പോയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ റെഡിയായിട്ട് ഗുരുവായൂർക്ക് പോവുകയാണ്. എടപ്പാളിൽ നിന്ന് കുന്നംകുളം ബസ് കയറി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർക്ക് പോകാനാണ്. കാരണം നേരിട്ട് ബസ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ബസ്സിലാണ് പോണത്. ഉച്ചയ്ക്കാട്ടോ പോണത്, ഒരു 2 മണിക്കാണ് പോണത്. അപ്പോൾ ഏകദേശം ഒരു 6-7 മണിയാകുമ്പോഴേക്ക് റിട്ടേൺ വരാമല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ പോണത്. ഞങ്ങളെ ബസ് ഇവിടെ ഇറക്കി വിട്ടത്. അപ്പം ഞങ്ങൾ എന്നിട്ട് അങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി എത്രത്തോളം ക്യൂ ഉണ്ടെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നടക്കുന്നത്. സംഭവം വീഡിയോ ഫോട്ടോ ഒക്കെ വെറുതെ ആണെങ്കിലും എന്നാലും എടുക്കുന്നത് ഒരു സമാധാനത്തിനാണ്. അങ്ങനെ നടന്നിട്ട് ഞങ്ങൾ തൊഴാൻ പോകണം. അതിന് പിന്നെ അവിടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു, കുറച്ച് നേരം ഞങ്ങൾ നിന്നു. അത് കഴിഞ്ഞ് തൊഴുത് വന്നു. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വീഡിയോ എടുക്കായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ചായയൊക്കെ കുടിക്കാൻ കയറി. ചായയും 2 കടി എടുത്തപ്പോഴേക്കും ഒന്നും രസമില്ല. ഒക്കെ തണുത്ത മരവിച്ച കടികളും. വില എന്തായാലും പരിപ്പുവടയ്ക്കും ചായയ്ക്കും 60 രൂപയായി. അങ്ങനെ ഞങ്ങൾ കമ്മൽ നോക്കി. നല്ല 100 രൂപയ്ക്ക് 4 കമ്മലെന്ന് പറഞ്ഞിട്ട് പോയത്. നോക്കുമ്പോൾ അവിടെ ജീപ്പേ ഇല്ല. അങ്ങനെ ഞങ്ങൾ കമ്മൽ വാങ്ങാണ്ട് തിരിച്ചു പോകണതിന് സങ്കടമുണ്ട്, കമ്മലൊന്നും വാങ്ങാണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 5:15 ആകുമ്പോൾ തന്നെ ഉള്ളിൽ കയറി തൊഴുതു പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഞങ്ങൾ പായസം വാങ്ങാൻ വേണ്ടി കാത്ത് നിൽക്കുകയായിരുന്നു. അവസാനം എന്താ ഉണ്ടായത്, പായസം കഴിഞ്ഞു ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു പ്രസാദം ഉണ്ടായിരുന്നു, ഒരു പായസം പോലത്തെ ഒരു സംഭവം. അപ്പോൾ അത് ഉണ്ടായിരുന്നു കുറേ. അപ്പോൾ അത് ഞങ്ങളിരുന്ന് കഴിച്ചു.
അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറി ഇനി വീട്ടിൽ പോവാണ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഈ യാത്ര കഴിഞ്ഞു. ഇനി വേഗം വീട്ടിലെത്തണം. വീട്ടിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു 7:30 ഉണ്ടാവും. പക്ഷേ ഈ ബസ് ഞങ്ങൾ കുന്നംകുളം സ്റ്റാൻഡിൽ നിന്ന് കയറിയോണ്ട് തന്നെ ഇത് അവിടെ പിടിച്ചിടല്ല മീൻസ് അവിടെ ഇട്ടിക്കുകയാണ്. ഇത് എപ്പോഴാണ് എടുക്കുകയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കണ്ടക്ടർ ഇപ്പെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടാളും ഇരിക്കുന്നത്. മൂപ്പര് വന്ന് പോവാന്ന് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എടുത്തു. പിന്നെ കോഴിക്കോട് ബസ് ആയതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വേഗം എത്തും എന്നുള്ളത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വേഗം എത്തിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി നെക്സ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.